ഈ ഒരു സ്കീം പ്രകാരം പുതുതായി ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന ആളുകൾക്ക് 15,000 രൂപ വരെയുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്നു. അതുപോലെ തന്നെ തൊഴിൽ ദാതാക്കൾക്ക് ഗവൺമെന്റ് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇൻസെന്റീവ് നൽകുന്നു. അതുപോലെ തന്നെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഈ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള പുതുതായി തൊഴിൽ ആരംഭിക്കാൻ പോകുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും ഇത് ഉപകാരപ്പെടാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. മൊസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ഫോർമൽ സെക്ടർ ജോബുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനായിട്ടും മാത്രമല്ല ഇന്ത്യയിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പുവരുത്തുക, അതായത് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമ നഗര ഭേദമന്യേ ആളുകൾക്ക് തൊഴിലുകൾ നൽകിക്കൊണ്ട്, അതായത് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാൻ എംപ്ലോയേഴ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ യുവത്വത്തെ കൂടുതൽ ഫോർമൽ സെക്ടർ ജോലികളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ മുഖേന കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾക്കായിരിക്കും, ഫ്രഷേഴ്സിനായിരിക്കും ഈ ഒരു സ്കീം പ്രകാരം ബെനിഫിറ്റ് ലഭ്യമാവുക. സോ ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒന്ന്, പ്രധാനമായിട്ടും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ EPF എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനകത്ത് കൂടുതൽ ആളുകൾക്ക് PF സൗകര്യം നേടിക്കൊടുക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 വർഷത്തിൽ 3.5 കോടിയോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക, അതായത് ഫസ്റ്റ് ടൈം എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നൽകുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയേഴ്സിനെ, അതായത് തൊഴിൽ ദാതാക്കളെ കൂടുതൽ തൊഴിലാളികളെ ഹയർ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് കൊടുക്കുക. മാത്രമല്ല EPF സുരക്ഷിതത്വം തൊഴിലാളികൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുക. അതുപോലെ തന്നെ ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഇതിനകത്തുള്ളത്. സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം എംപ്ലോയ്മെന്റിനെയാണ് ഈ ഒരു സ്കീം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾക്കാണ്. ഷോർട്ട് ടേം എംപ്ലോയ്മെന്റ്സിന് കുറവാണ്. സോ 2 വർഷത്തെ ഒരു കാലയളവാണ് പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെയുള്ള 2 വർഷത്തെ കാലയളവിലാണ് ഈ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2026 ജനുവരി മാസമാണല്ലോ. ഈ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഈ ഒരു കാലയളവിലും ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ബെനിഫിറ്റുകൾ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു 2 വർഷത്തെ കാലയളവിനിടയ്ക്ക് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. സോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാലയളവിൽ, അതായത് ഞാൻ പറഞ്ഞ ഒരു ഡേറ്റിന്റെ കാലയളവിൽ നടക്കുന്ന എംപ്ലോയ്മെന്റിന് മാത്രമേ ഈ ഒരു സ്കീം പ്രകാരമുള്ള സാമ്പത്തിക സഹായം ലഭ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് വെറും വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷന് അനുസൃതമായിട്ട് സ്കീമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിന്റെ ബെനിഫിറ്റുകൾ, എലിജിബിലിറ്റി, ഇതിനെല്ലാം വ്യത്യാസം വന്നേക്കാം. അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൃത്യമായിട്ട് സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എംപ്ലോയീസിന്, അതായത് ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഈ സ്കീം പ്രകാരം എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് EPF ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ 2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ EPF രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനുള്ളിൽ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ളവർക്കായിരിക്കും ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത്. മാത്രമല്ല ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം, അതല്ലെങ്കിൽ UAN നമ്പർ ഓൾറെഡി ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് UAN നമ്പർ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇത്രയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ ഒരു സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന പ്രകാരം മാക്സിമം 15,000 രൂപ വരെയാണ് ഇൻസെന്റീവ് ആയിട്ട് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് ലഭിക്കുന്നത്. ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും പേ ചെയ്യുക. ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ജോലിയിൽ പ്രവേശിച്ച് 6 മാസത്തിന് ശേഷവും, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ജോലിയിൽ പ്രവേശിച്ച് 12 മാസത്തിന് ശേഷം, അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 6 മാസം കഴിഞ്ഞാൽ കിട്ടും, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ കിട്ടും. അതായത് ഫോർമൽ സിസ്റ്റത്തിലുള്ള തൊഴിൽ കൂടുതൽ കാലം എംപ്ലോയീസ് കണ്ടിന്യൂ ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി മാറുന്ന ഒരു പ്രവണത സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു രീതി മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAN ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. EPF അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു UAN നമുക്ക് ഉണ്ടാവണം, അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന കാര്യം. അത് പ്രധാനമായിട്ടും അത്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് ലഭ്യമാവുകയുള്ളൂ. സോ UAN അക്കൗണ്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫേസ് ഒതന്റിക്കേഷൻ ടെക്നോളജി എനേബിൾ ചെയ്യുക. ഇത് ഉമാങ് ആപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു സ്കീമിന്റെ മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറിക്ക് തന്നെ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കാനുമുള്ള പ്രോസസ്സ് കൂടുതൽ ഈസി ആക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എത്രത്തോളം ആണ് എംപ്ലോയീസിന് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇത് എംപ്ലോയേഴ്സിന്, അതായത് തൊഴിൽ ദാതാക്കൾക്ക് എത്തരത്തിലുള്ള ഗുണമാണ് ഈ ഒരു സ്കീം വന്നതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഗവൺമെന്റ് പ്രധാനമായിട്ടും തൊഴിൽ ദാതാക്കളെ എൻകറേജ് ചെയ്യുന്നത് ഒന്ന് തൊഴിൽ അവസരങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ തൊഴിലാളികളെ ഹയർ ചെയ്യുന്നതിനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതിനായിട്ട്, മാത്രമല്ല EPFOയുടെ കീഴിൽ എംപ്ലോയീസിനെ രജിസ്റ്റർ ചെയ്യുന്നതിനുമായിട്ടാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് തൊഴിൽ ദാതാക്കളെ ഗവൺമെന്റ് പ്രധാനമായിട്ടും എൻകറേജ് ചെയ്യുന്നത്. സോ തൊഴിൽ ദാതാവ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് കൊടുക്കുന്നു. അതുപോലെ തന്നെ EPFുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറയ്ക്കാനായിട്ട് തൊഴിൽ ദാതാക്കളെ ഗവൺമെന്റ് ഈ സ്കീമിലൂടെ സഹായിക്കുന്നു. മാത്രമല്ല ബിസിനസ് വിപുലീകരണത്തിനുള്ള സഹായമുണ്ട്. കൂടാതെ MSMEകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോത്സാഹനവും എൻകറേജ്മെന്റും ഗവൺമെന്റ് നൽകുന്നു. സോ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ എംപ്ലോയേഴ്സിന് ലീഗലി കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സെക്ടറുകളാണ് ഈ സ്കീം കവർ ചെയ്യുന്നത് എന്ന്. അതായത് ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ സ്കീം പ്രകാരം സാമ്പത്തിക സഹായം ലഭ്യമാവാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മാനുഫാക്ചറിംഗ് സെക്ടർ, അതായത് നിർമ്മാണ മേഖലയിലുള്ള സെക്ടർ. രണ്ടാമത്, സർവീസ് സെക്ടർ, സേവന മേഖല. മൂന്നാമത്തേത്, ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രീസ്, അതായത് തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലകൾ. നാലാമത്തേത്, MSMEകളും അതുപോലെ തന്നെ ലാർജ് എന്റർപ്രൈസുകളും. ഇത്തരത്തിലുള്ള സെക്ടർ, ഈ സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും പ്രധാനമായിട്ടും ബെനിഫിറ്റ് ലഭ്യമാവുക. അത് മാത്രമല്ല ഫോർമൽ സെക്ടറുകളിൽ പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏത് എംപ്ലോയർക്കും ഈ ഒരു സ്കീം പ്രകാരം ബെനിഫിറ്റ് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു സ്കീമിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 2 വെബ്സൈറ്റുകളിലൂടെയാണ് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒന്ന്, pmvbry.epfindia.gov.in എന്ന വെബ്സൈറ്റ്. രണ്ടാമത്തേത് pmvbry.labor.gov.in. ഈ പോർട്ടലുകൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്തത് ഒന്ന്, എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം. രണ്ടാമത്തേത്, സ്കീമുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ്. കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട അതിന്റെ അപ്ഡേറ്റുകൾ ഉണ്ടല്ലോ, ആ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, കൂടാതെ നോട്ടിഫിക്കേഷനുകൾ, ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പോർട്ടലുകൾ ഹാൻഡിൽ ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റുകളല്ലാതെ യാതൊരു തരത്തിലുള്ള മറ്റു വെബ്സൈറ്റുകളും നിങ്ങൾ റെഫർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റുകൾ ഇതിനായിട്ട് നിങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. ഈ 2 വെബ്സൈറ്റിലൂടെ മാത്രമേ പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന പദ്ധതിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന എന്ന് പറയുന്ന സ്കീം തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയല്ല. തൊഴിൽ രൂപീകരണത്തിന് ഇൻസെന്റീവ് നൽകുന്ന ഒരു പദ്ധതി മാത്രമാണ് ഇത്. വർക്ക് കണ്ടീഷൻ ഇതെല്ലാം എംപ്ലോയറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എങ്ങനെയാണ് PMVBRY എന്ന് പറയുന്ന ഒരു സ്കീം ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്ന്, ഫോർമൽ എംപ്ലോയ്മെന്റ് അവസരങ്ങൾ കൂട്ടുക, മാത്രമല്ല EPFO കവറേജ് വർദ്ധിപ്പിക്കുക, യുവാക്കളുടെ സാമൂഹിക സുരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുക, മാത്രമല്ല ഇന്ത്യൻ എക്കോണമിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു പദ്ധതി സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ കാലയളവിനുള്ളിൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി പ്രവേശിച്ച ഒരു ഫ്രഷർ ആണെങ്കിൽ, ഫസ്റ്റ് ടൈം എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സ്കീമിലേക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ മറക്കരുത്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.